ഹലോ മക്കളുമാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു മുട്ടക്കറിയാണ്. അപ്പം ഞാൻ ചട്ടി അടുപ്പ് വെച്ചതിന് ശേഷം ലേശം എണ്ണ ഒഴിച്ചിട്ട് ഒരു സവാള നീളത്തെ അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്ത് 2 പച്ചമുളക് ഇട്ട് ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പും ഇട്ട് നന്നായിട്ട് വാടുന്നിടം വരെ നമ്മൾ പിന്നെ വാട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് വാടാൻ വേണ്ടി നമ്മൾ ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് അപ്പോഴത്തേക്ക് അരപ്പ് റെഡിയാക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് തേങ്ങ ഒരു 2-3 സ്പൂണ് തേങ്ങ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. പെരിഞ്ജീരകം വലിയ ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ 5-6 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. അതും ഇട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് കൊണ്ടുവരാം. നല്ലോണം പേസ്റ്റ് പോലെ അരയണം. അരച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ ഉള്ളിയെല്ലാം നല്ലോണം വാടിയിട്ടുണ്ട്. അതിനകത്തേക്ക് ലേശം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ച് അതെല്ലാം ഒന്ന് മൂടി വെച്ച് ഒന്നുകൂടെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. പുഴുങ്ങിയല്ല, പൊട്ടിച്ച് പച്ചയ്ക്ക് തന്നെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് എൻ്റെ 3 മുട്ട ഉണ്ടായിരുന്നു. 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒന്ന് മൂടി വെച്ച് അപ്പോഴത്തേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരപ്പ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് കണക്കാക്കി അരപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് കടുക് താളിക്കാൻ ചട്ടി അടുപ്പ് വെച്ചതിന് ശേഷം നമ്മൾ ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുവെല്ലാം നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് 2-3 വറ്റൽമുളക് ചെറുതായിട്ട് പിച്ചി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2-3 കൊച്ചുള്ളി ഇട്ട് നന്നായിട്ടെല്ലാം മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് കരിയാപ്പില ഇട്ട് കൊടുക്കുക. കരിയാപ്പില ഇട്ട് അത് നമ്മൾ കടുക് ഒഴിച്ചതിന് ശേഷം അതിനകത്ത് 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ച് കഴിഞ്ഞ് നമുക്ക് 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് ഇളക്കി യോജിപ്പിച്ചിട്ട് സർവ് ചെയ്യാം. ഇന്ന് ഞങ്ങൾക്ക് ഇടിയപ്പമായിരുന്നു. അപ്പോൾ അതിനാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. നല്ല സൂപ്പർ ടേസ്റ്റുള്ള നല്ലൊരു മുട്ടക്കറിയാണ്. എല്ലാവരും ഇങ്ങനൊന്ന് മുട്ടക്കറി വെച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇടിയപ്പം തന്നെ മക്കളൊന്നും വഴക്കിടത്തൊന്നുമില്ല. നല്ല ടേസ്റ്റുള്ള ഒരു ഇടിയപ്പമാണ്. എരിയും കുറവാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും മുട്ടക്കറി വെച്ച് കഴിക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇന്ന് ഇടിയപ്പത്തിന് വേണ്ടി ഞാൻ മുട്ടക്കറി റെഡിയാക്കിയത്. നല്ല ടേസ്റ്റുള്ള ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.